സാറിൽ നിന്ന് ആ കുട്ടി അകന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നോ? സാറിനെ പോലൊരാളുടെ സ്നേഹം വേണ്ടെന്ന് വെക്കാൻ ഏതെങ്കിലും പെൺകുട്ടിക്ക് ആവോ സർ? സാറിന് എന്ത് കുറവുണ്ടായിട്ട്? എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. ഞാൻ റിച്ചാ, അതൊരു കുറവാ. സോഷ്യൽ സ്റ്റാറ്റസ് ഹൈയാ, അതൊരു കുറവാ. ഞാനൊരു പേരുകെട്ട സ്ഥാപനത്തിന്റെ MD-യാ, അതൊരു വലിയ കുറവാ. സാർ എന്തൊക്കെയാ ഈ പറയുന്നേ? സാർ ഈ പറഞ്ഞതൊന്നും കുറവുകളല്ല സർ. സാധാരണക്കാരന് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത സൗഭാഗ്യങ്ങളാ ഇതൊക്കെ. സാർ സ്നേഹിക്കുന്ന കുട്ടിക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ അവളൊരു മണ്ടിയാണെന്നേ ഞാൻ പറയൂ. വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം ആ കുട്ടിയോട്. പറയാൻ എനിക്ക് ധൈര്യമില്ലാത്തോണ്ടല്ല പ്രിയൻ, പക്ഷേ അതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുന്ന കുറെ ഘടകങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്ന പണവും സോഷ്യൽ സ്റ്റാറ്റസും കമ്പനിയിൽ എന്റെ പദവിയും അല്ല എന്റെ മുന്നിലെ തടസ്സങ്ങളാ. അപ്പോ സാർ ഇതുവരെ അവളോട് സാറിന്റെ സ്നേഹം തുറന്നു പറഞ്ഞിട്ടില്ലേ? ഇല്ല പ്രിയൻ, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നെങ്കിൽ അവൾ എന്നോളം റിച്ചായിരിക്കണം. എന്നെപ്പോലെ തന്നെ സൊസൈറ്റിയിൽ നിലയും വില ഉണ്ടാവണം. ഡാഡി വളർത്തിക്കൊണ്ടുവന്ന സ്ഥാപനത്തിലെ ഉയർന്ന ചെയറിലിരിക്കുമ്പോ ഞാനതൊക്കെ നോക്കിയേ പറ്റൂ. എനിക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള പവറില്ല. മമ്മി പറയും, ഡാഡി തീരുമാനിക്കും. ഞാൻ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ഈ തടസ്സങ്ങളൊക്കെ മറികടക്കാൻ എനിക്ക് കഴിയും. പക്ഷേ അതിന് എന്റെ കൂടെ അവൾ നിൽക്കണം. പക്ഷേ അവളും എന്നെ നകന്നു പോയിക്കൊണ്ടിരിക്കുക. സാറിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സാറിനോട് ഞാനൊരു കാര്യം പറയട്ടെ? പറയൂ പ്രിയൻ. എന്റെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം പറഞ്ഞു തരാൻ പ്രിയന് കഴിയുമെന്ന് തോന്നിയതുകൊണ്ട് തന്നെയാ ഞാൻ പ്രിയനോട് വരാൻ പറഞ്ഞത്. മുന്നിൽ ഒരു ഭംഗിയുള്ള പൂവ്, അത് കയ്യിലെടുത്ത് മണത്ത് നോക്കുന്നതില് എന്ത് ത്രില്ലാ ഉള്ളത്? നമ്മളത് എടുക്കാൻ പോകുമ്പോ വലിയൊരു കാറ്റ് വീശണം. കാറ്റിൽ ആ പൂവ് നീങ്ങി നീങ്ങി പോണം. എന്നിട്ടും കഷ്ടപ്പെട്ട് നമ്മളത് എടുക്കാൻ നോക്കുമ്പോൾ കയ്യിലൊരു മുള്ളു കൊള്ളണം, ചോര പൊടിയണം. എന്നിട്ടും പിന്തിരിയാതെ നമ്മൾ ആ പൂവ് കയ്യിലെടുക്കുക തന്നെ വേണം.